ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്വർണ്ണപ്പാളി പരിശോധന തുടരുന്നു. സാമ്പിളുകൾ ശേഖരിച്ച SIT സന്നിധാനത്തെ നടപടി 3 ദിവസം. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. 7ാം പ്രതി ഷിൻഡോ പി സണ്ണി അറസ്റ്റിൽ. പിടികൂടിയത് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത അടുത്ത ഘട്ടത്തിൽ ചർച്ചയാക്കാൻ ഭരണപക്ഷം. പ്രതിഷേധം ഇന്നും തുടരാൻ പ്രതിപക്ഷം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നില അതീവ ഗുരുതരം. ജയിലിൽ ബോധപൂർവം ചികിത്സ നിഷേധിക്കപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് നൽകി സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി. ബംഗ്ലാദേശിൽ BNP അധികാരത്തിലേക്ക്. കേവല ഭൂരിപക്ഷം മറികടന്നു. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും. ജമാഅത്തെ ഇസ്ലാമിക്ക് 50 സീറ്റുകളിൽ ജയം.